അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ഐസ്ക്രീം ഫ്ലേവറിലുള്ളൊരു കേക്കാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാനായിട്ട്. സ്പാനിഷ് ഡിലൈറ്റ് കേക്ക്. പേര് കേട്ടാരും പേടിക്കണ്ട, സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ചോക്ലേറ്റ് കേക്കിൻ്റെ സ്പോഞ്ചാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല. മുമ്പ് ചെയ്ത നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പോയി കണ്ടാൽ മതി. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കേക്ക് റെസിപ്പി ചെയ്തിട്ടുണ്ട്. വിത്തൗട്ട് ഓവനിൽ ചെയ്യുന്നതും അതുപോലെ ഓവൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതും കേക്ക് ബോക്സ് ചെയ്യുന്നതും അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. കേക്കിൻ്റെ പ്ലേലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ പറ്റും. ആവശ്യമുള്ളവർ അതിൽ പോയി കാണാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 kg കേക്കിൻ്റെതാണ്. അത് നോർമലായിട്ട് 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി ബാക്കി പരിപാടി എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന് വേണ്ടിയിട്ടുള്ള പ്രളയിൻ ആ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് നട്ട്സ് കാരമലൈസ് ചെയ്തെടുക്കാം. അങ്ങനെ പെർഫെക്റ്റ് ഷേപ്പാക്കി എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് നട്ട്സും ആ ഒരു രീതിയിൽ എടുക്കാം. ഞാൻ 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് നട്ട്സും ആ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇത്തിരി കൂടുതലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 1/4 കപ്പ് എടുത്താലും മതിയെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊന്ന് മെൽട്ടായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടറും 1/2 കപ്പ് കാഷ്യൂം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ 1/4 കപ്പ് വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ബട്ടർ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഓൾമോസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് കാഷ്യൂം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. കാഷ്യൂവിന് പകരം പീനട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ ബദാം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഏത് നട്ട്സാണ് നമുക്ക് ഇഷ്ടമുള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കാഷ്യൂ ചേർത്ത് കൊടുക്കാം. ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഫുള്ളായിട്ടാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു പ്രളയിൻ റെസിപ്പി കറക്റ്റ് ഷേപ്പാക്കി എടുക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ബട്ടർസ്കോച്ച് കേക്കിൻ്റെ റെസിപ്പിയിൽ ചെയ്തിട്ടുണ്ട് അത്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഞാനിത് ഷേപ്പാക്കി എടുക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ വേണമെങ്കിൽ അങ്ങനെ ഷേപ്പാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് കേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാലൊന്ന് റെഡിയാക്കണം. നമ്മൾ സാധാരണ ഷുഗർ സിറപ്പാണ് സോക്ക് ചെയ്യാറ്. അപ്പോൾ ഇതിലോട്ട് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/2 കപ്പോളം ചെറിയ ചൂടുള്ള പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് ബൂസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് മിൽക്ക് മെയ്ഡ്. അതൊരു 2 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് പഞ്ചസാര മധുരം നോക്കിയിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇതിപ്പോൾ മിക്സായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ട്രോപ്പൊലൈറ്റ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്നൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എല്ലാ വിപ്പിംഗ് ക്രീമിലും ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ അത് നോക്കി മനസ്സിലാക്കി ചെയ്യുക. പിന്നെ അതുപോലെ നമ്മൾ ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീം എടുക്കുമ്പോൾ എപ്പോഴും നോൺ ഡയറി വിപ്പിംഗ് ക്രീം മനസ്സിലാക്കി വാങ്ങാൻ നോക്കുക. പിന്നെ നല്ല കോൾഡ് ഉണ്ടായിരിക്കണം വിപ്പിംഗ് ക്രീമിന് വിപ്പ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 3-4 ടേബിൾ സ്പൂണ് ബൂസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വിപ്പ് ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് ലോ സ്പീഡിൽ വിപ്പ് ചെയ്യുക, പിന്നെ ഹൈ സ്പീഡിൽ വിപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ചെറുതായിട്ട് വിപ്പിംഗ് ക്രീമിൽ ഐസ് കട്ട പോലെയൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അത് ഫുള്ള് കംപ്ലീറ്റ് മെൽട്ടായി വരണമെന്നൊന്നുമില്ല. നമ്മളതിങ്ങനെ ആദ്യം ലോ സ്പീഡിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, പിന്നെ ഹൈ സ്പീഡിൽ മിക്സ് ചെയ്തെടുക്കുമ്പോൾ അത് ശരിയാവുന്നുണ്ട്.
കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കാൻ നോക്കുക. ഇത് വിപ്പായി വരുമ്പോഴേക്കും ഡബിളായിട്ട് കിട്ടും. പിന്നെ അതുപോലെ നല്ല കുഴിയുള്ള പാത്രം എടുക്കാൻ നോക്കുക. എന്നാലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബീറ്റായി കിട്ടത്തുള്ളൂ. ഓൾമോസ്റ്റ് ഒരു 8-10 മിനിറ്റോളം ബീറ്റാക്കി എടുക്കേണ്ടി വരും. പിന്നെ അതുപോലെ നല്ലോണം ഓവർ ബീറ്റാക്കി എടുക്കണ്ട. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലോണം ഓവർ ബീറ്റാക്കി എടുക്കുമ്പോൾ നമുക്ക് ഐസിങ് ചെയ്യാനും നല്ലോണം ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഐസിങ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കേക്ക് ബേസിലോട്ട് കുറച്ചൊന്ന് ആദ്യം ക്രീമിട്ട് കൊടുക്കുക. ജസ്റ്റ് നമ്മുടെ കേക്ക് മൂവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചൊന്ന് ക്രീമിട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ ലെയർ ചെയ്ത് വെച്ച കേക്ക് ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മിൽക്ക് മിശ്രിതം ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക, എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ. പിന്നെ ഒരു കാര്യം, കേക്ക് ഐസിങ് ചെയ്യുമ്പോൾ എപ്പോഴും കേക്ക് ചൂടോടെ ഐസിങ് ചെയ്യരുത്. നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രം ഐസിങ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ക്രീമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് മെൽട്ടായിട്ട് വരും. അതുപോലെ നല്ലോണം ചൂടുള്ള സ്ഥലത്തൊന്നും ഐസിങ് ചെയ്യാതിരിക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ക്രീം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ഐസിങ് ബാഗിലിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് എളുപ്പത്തിൽ ഇട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ ഫുള്ളായിട്ട് എല്ലായിടത്തും ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ആ ഒരു കാരമൽ ചെയ്ത ആ ഒരു കാഷ്യൂ ഇട്ട് കൊടുക്കാം. എത്രയാണോ വേണ്ടത് ആ ഒരു ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി മറ്റേ ലെയർ വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ മിൽക്ക് മിശ്രിതം സ്പ്രെഡ് ചെയ്യുക, ക്രീം ഇട്ട് കൊടുക്കുക, ക്രഷ് ചെയ്ത കാഷ്യൂ ചേർത്ത് കൊടുക്കുക. ആ ഒരു രീതിയിൽ ചെയ്യുക. എന്നിട്ട് ഫുള്ളായിട്ട് ക്രീം ഇട്ട് കവർ ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഐസിങ് ബാഗിൽ തന്നെ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫിനിഷിങ് ചെയ്തെടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ഒന്ന് ക്രം കോട്ടിങ്, ഒരു ലൈറ്റായിട്ട് ഐസിങ് ചെയ്തെടുത്തിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഒന്നും കൂടെ ക്രീം ഇട്ട് കൊടുത്തിട്ട് ഫിനിഷിങ് ചെയ്തെടുത്താൽ മതി. ഇനി ഞാൻ ഇതിലോട്ട് ഈ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഈ ഒരു ഡിസൈൻ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓപ്ഷനിലാണ്, ഇങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡ് വ്യൂ പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചോക്ലേറ്റ് ഗനാഷയാണ് ഇട്ട് കൊടുക്കുന്നുണ്ടത്. ഒരു 1/4 കപ്പ് കുക്കിംഗ് ചോക്ലേറ്റും 1/4 കപ്പ് ഫ്രഷ് ക്രീമും എന്ന രീതിയിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതാണ്. എന്നിട്ട് ചെറുതായിട്ട് ചൂടാറുമ്പോൾ ഇതുപോലെ ഐസിങ് ബാഗിലിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് ഗനാഷ ചെയ്യുമ്പോൾ ചോക്ലേറ്റൊക്കെ നന്നായി മെൽട്ടായി കിട്ടണം കേട്ടോ. അതിൻ്റെ പൊടിയൊന്നും ഉണ്ടാവരുത്. അപ്പോൾ ഐസിങ് ബാഗിലൊക്കെ അത് ബ്ലോക്ക് ആവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ക്രഷ് ചെയ്ത് വെച്ച കാഷ്യൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഷുഗർ ബോൾസോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് മാറ്റം വരുത്താം. പിന്നെ അതുപോലെ പ്രളയിൻ നല്ല പീസാക്കി എടുത്തിട്ട് അത് വേണമെങ്കിലും ടോപ്പിൽ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ചോക്ലേറ്റ് ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം.
അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.